ഹലോ എവരി വൺ, വെൽക്കം ടു റീഡ്സ് ട്രെൻഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ബട്ടർഫ്ലൈ മോക്ക കേക്ക്. ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മൈദയാണ് വേണ്ടത്. ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 തവണ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്. അടുത്തതായി വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് നമുക്ക് ഒരു 2 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതിയാവും. ഏകദേശം ഈ പരുവമാവുമ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്ത് നിർത്താം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മിക്സിംഗ് ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഷുഗർ പൗഡർ ഇവിടെ റെഡിയാണ്. ഷുഗർ പൗഡർ ഇനി നമുക്ക് ഈ എഗ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് സ്പാറ്റിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്ക് ട്രേ റെഡിയാക്കി എടുക്കാം. ബട്ടർ പേപ്പർ ആ ഷേപ്പ് അനുസരിച്ചൊന്ന് വെട്ടിയെടുത്തിട്ട് അതിൽ നമുക്ക് മൊത്തമായിട്ട് സൺഫ്ലവർ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ബാറ്റർ ഈ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്യണം. നമുക്കിനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അടുത്തതായി മോക്ക സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 40 ഗ്രാംസ് ഡാർക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് മോക്ക ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു 50 ഗ്രാംസ് ഡാർക്ക് കോമ്പൗണ്ടിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ്. ഈ ഡബിൾ ബോയിൽ ചെയ്ത മിക്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ച് വിപ്പ് ചെയ്തെടുക്കാം. ഇത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് മിക്സ് വിപ്പിംഗ് ക്രീമിലേക്ക്
ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മോക്ക ക്രീം പ്രിപ്പയർ ചെയ്തെടുക്കാം. അടുത്തതായി ക്രീമിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബേക്ക് ചെയ്ത കേക്ക് റെഡിയാണ്. ഞാനിവിടെ പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്പ് അനുസരിച്ച് ഞാൻ കേക്ക് കട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ക്രീം ബേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് അങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഷേപ്പ് അനുസരിച്ച് ഞാനിവിടെ ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച സിറപ്പ് ഈ കേക്കിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആ ബട്ടർഫ്ലൈ ഷേപ്പിലേക്ക് ഈ മോക്ക ക്രീം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് മിക്സ് നമുക്കിതിന് മുകളിൽ കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ചിട്ട് നമുക്കിത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനുള്ളിലുള്ള ഡിസൈൻസൊക്കെ ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് ഇതേപോലെ ഡിസൈൻ ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ യെല്ലോ, പിന്നെ ഒരു ലൈറ്റ് റോസ് കളറ്, പിന്നെ ഒരു ബ്ലൂ, വൈറ്റ്, ഇങ്ങനെ ഇത്രയും കളർ ചേർത്തിട്ട് ഞാനത് ഡിസൈൻ ചെയ്തു. പിന്നെ നടുക്ക് ഭാഗത്ത് ഒരു ബാർബി ഡോളിൻ്റെ ഷേപ്പും കൂടി ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുമേയും ഞാൻ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തു. ബാക്കി വന്ന കേക്കിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ കേക്ക് പോപ്സും കപ്പ് കേക്ക്സാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.